Dear students, I have already taken this particular chapter called e-banking through my online class. Today, I'm going to submit one PPT with audio input for your future reference. Any doubts, you are free to contact me. I request you all to learn it carefully. Thank you. ഇന്നത്തെ മോഡേൺ വേൾഡിൽ നമ്മൾ സ്ഥിരമായി പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ഡിജിറ്റൽ ബാങ്കിങ്. Digital banking has also other names. Popularly, we all know it. E-banking എന്ന് പറയാം. Some people call it virtual banking, online banking, internet banking. ഇങ്ങനെ പല പേരിലും e-banking അറിയപ്പെടുന്നുണ്ട്. Very simple concept. E-banking uses electronic and telecommunications network. Electronic equipments നമുക്ക് മിനിമം മൊബൈൽ ഇല്ലെങ്കിൽ ഐപാഡുകൾ, ഡിജി ടാബുകൾ ഓർ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും പിന്നെ പല നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് തരുന്ന ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അത് എയർടെലിന്റെ ആയിക്കോട്ടെ, BSNLന്റെ ആയിക്കോട്ടെ, അങ്ങനെ റിലയൻസിന്റെ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം, അതേപോലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ. We have different type of internet connections. നമ്മൾ മൊബൈൽ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട്, or we can have Wi-Fi, ബ്രോഡ്ബാൻഡ്, അങ്ങനെ ലാൻഡ് വാൻ കണക്ഷൻസ് ഒക്കെ പല ടൈപ്പിലെ ടെലികമ്മ്യൂണിക്കേഷൻ കണക്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ബാങ്കിങ് സർവീസസ് we can do from our home itself or wherever we are. This is the beauty of e-banking. Fourth bullet point നോക്കുകയാണെന്നുണ്ടെങ്കിൽ, we understand customer can access his account and do transaction using his computer or mobile phone from anywhere. That is the speciality. 1997 ഇന്ത്യയില് ഫസ്റ്റ് ICICI ബാങ്ക് ആണ് ഇത് ഈ ഇന്റർനെറ്റ് ബാങ്കിങ് സർവീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. What is core banking? The full form of it is centralized online real-time exchange എന്നാണ്. ഇന്നത്തെ ഈ ബാങ്കിങ് പ്രോസസ് ടെക്നോളജിക്കലി കോർ ബാങ്കിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ബാങ്കിങ് സോഫ്റ്റ്വെയറും നെറ്റ്വർക്ക് ടെക്നോളജിയും ഉപയോഗിച്ച് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ നിന്നും എൻറ്റയർ ബാങ്കിങ് ആക്ടിവിറ്റീസിന്റെ റെക്കോർഡ് കീപ്പിംഗ് ചെയ്യുകയും പിന്നീട് കസ്റ്റമേഴ്സിന് വിച്ചെവർ ലൊക്കേഷൻ ദേ ആർ ഫ്രം ആ ലൊക്കേഷൻ നിന്നും അവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഈ കോർ ബാങ്കിങ്ങിൽ. അതായത് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ, പ്രൊവൈഡഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്ഡ് ബാങ്ക് ബ്രാഞ്ചസ്. ലെറ്റ് us take as an example SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇപ്പോൾ ഒറ്റപ്പാലം എന്നുള്ള ഒരു ടൗൺ എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് 3-4 ഡിഫറെന്റ് ബ്രാഞ്ചസ്. ഏത് ബ്രാഞ്ചിൽ നിന്നും കസ്റ്റമർക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ദേ ക്യാൻ ഹാവ് ദെയർ അക്കൗണ്ട് അറ്റ് ഡിഫറെന്റ് ബ്രാഞ്ചസ്. സോ ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് എന്നാണ് ദ ഡേറ്റ ഓർ റെക്കോർഡ് എടുക്കുന്നത്. എനി കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ യു ക്യാൻ ഡു. ആസ് യു സീ ഇറ്റ് ഇൻ ബുള്ളറ്റ് നമ്പർ 3, അക്കൗണ്ട് ട്രാൻസ്ഫേഴ്സ്, അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്, ലോൺസ്, മോർട്ട്ഗേജ്, പണയം വെക്കാം, ബൈക്കോ വീടോ അങ്ങനെ എന്തെങ്കിലും ഗോൾഡോ ഒക്കെ പണയം വെച്ച് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പൈസ എടുക്കണം, മറ്റ് പേയ്മെന്റുകൾ, ട്രാൻസ്ഫേഴ്സ് എല്ലാം തന്നെ കോർ ബാങ്കിങ്ങിന്റെ താഴെ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഈ ഫെസിലിറ്റി ഏറ്റവും ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ATM മെഷീൻസ്. ATMനെ ജനറലി ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻസ് എന്നുള്ള ശാസ്ത്രീയ നാമത്തിൽ പറയുന്നുണ്ടെങ്കിലും കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം എനി ടൈം മണി എന്നുള്ള ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് wherever you are, you can just simply withdraw the money without going to the bank. കോർ ബാങ്കിങ്ങിന്റെ താഴെ തന്നെയാണ് ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും വരുന്നത്. വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ബാങ്ക്സ് സോഫ്റ്റ്വെയർസും നെറ്റ്വർക്ക് ടെക്നോളജിയും ഉപയോഗിച്ച് ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ നിന്നാണ് ഈ റെക്കോർഡ് കീപ്പിങ്ങും
ആക്സസും ചെയ്യുന്നത്. ഈ കോർ ബാങ്കിങ് ഇത്ര ഇമ്പോർട്ടൻസ് 1970-കൾക്ക് ശേഷം ഇന്റർനെറ്റ് ടെക്നോളജിയും ടെലികമ്മ്യൂണിക്കേഷനും കൂടെ ഇംപ്രൂവ് ആയതോടു കൂടിയിട്ടാണ്. കഴിഞ്ഞ 30 years ആയിട്ട് ത്രൂ ഔട്ട് ദ വേൾഡ് കോർ ബാങ്കിങ് ഹാസ് ഗെയിൻഡ് ലോട്ട് ഓഫ് പോപ്പുലാരിറ്റി. എവിടെ വെച്ച് വേണമെങ്കിലും പൈസ വിഡ്രോ ചെയ്യാം, എവിടെ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, ആക്സസ് ചെയ്യാം എന്നുള്ള അഡ്വാൻറ്റേജ് ഇതിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം കുറേ ആക്ടിവിറ്റീസ് ഈ കോർ ബാങ്കിങ്ങിന്റെ താഴെ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്ലൈഡ്സിൽ വി വിൽ ബി ലുക്കിംഗ് അറ്റ് ഇറ്റ്. As I already explained in my previous slide, core banking or electronic banking ന്റെ താഴെ വരുന്ന വേരിയസ് ഫീച്ചേഴ്സ് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ 9 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ പെർട്ടിക്കുലർ ഇ ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ATMs, അതായത് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻസ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ബെനിഫിറ്റ്സ്, പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള മെത്തേഡ്സ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ് മെത്തേഡ്സ്, ഒരു വ്യക്തിയിൽ നിന്നും വേറൊരു വ്യക്തിയിലേക്ക് ഡിഫറെന്റ് ലൊക്കേഷനിൽ നിന്നുകൊണ്ട് തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ബാങ്കിങ് സർവീസസ്, അതായത് NEFT അല്ലെങ്കിൽ RTGS സർവീസസ്, ബൾക്കായിട്ട് ഫണ്ട് ക്ലിയറൻസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസസ്, പിന്നെ നമ്മളൊക്കെയും കണ്ടിട്ടുള്ള ഡെബിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ്, സ്മാർട്ട് കാർഡ്സ്, ടെലി ബാങ്കിങ് അഥവാ ടെലിഫോൺ ബാങ്കിങ്, പിന്നെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടോ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് ബാങ്കിങ്, ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂസീവ് ആണ് ഈ പെർട്ടിക്കുലർ ചാപ്റ്റർ. ഈ പോയിന്റ്സുകൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ ചാപ്റ്റർ കവേർഡ് ആണ്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഈച്ച് പോയിന്റ് ഇൻ ഡിഫറെന്റ് സ്ലൈഡ്സ്. Automated teller machines, ATM. നമ്മൾ എല്ലാവരും വളരെ സർവ്വസാധാരണമായി ക്യാഷ് വിഡ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബാങ്കിങ് മെക്കാനിസമാണ് ATMs. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് വേൾഡ് there are various names for ATMs. For example, കാനഡയിൽ ഇതിനെ ABM എന്ന് പറയുന്നു, ഓട്ടോമേറ്റഡ് ബാങ്കിങ് മെഷീൻസ് എന്ന് പറയുമ്പോൾ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഇതിനെ സിമ്പിളായി ക്യാഷ് മെഷീൻസ്, വിഡ്രോയൽ മെഷീൻസ്, ഇങ്ങനെ പല പേരിലും ആളുകൾ വിളിക്കുന്നുണ്ട്. ഇൻ കോമൺ ലേമാൻസ് ലാംഗ്വേജ്, സാധാരണക്കാരുടെ ഭാഷയിൽ ATMന് എനി ടൈം മണി, എവിടെ വേണമെങ്കിലും ഏത് ലൊക്കേഷനിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഫീച്ചർ എന്ന പേരിൽ വിശേഷിപ്പിക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് ബാങ്ക്സിന്റെ ഉള്ളിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവർ വെച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലാതെ ഷോപ്പിംഗ് മാൾസ്, വലിയ വലിയ നഗരങ്ങളിൽ സ്ട്രീറ്റ്സ്, സിനിമാ തിയേറ്റേഴ്സ്, മാൾസ്, ഔട്ട്ലെറ്റ്സ്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് ATM മെഷീൻസ് കാണാം. ഇതിന്റെ സിമ്പിൾ കോൺസെപ്റ്റ്, അതിൽ ഫിൽ ചെയ്യുന്ന കറൻസീസ്, ലീഗൽ ടെൻഡേഴ്സ്, ലീഗലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ട്സും ATMൽ നിന്നും വിഡ്രോയൽ സമയത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് 2000s, 100s, 50s, ഇൻ ഇന്ത്യ 200s, ഇങ്ങനെ പല ലീഗൽ കറൻസീസ്. എവിടെ നിന്ന് വേണമെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി, അതാണ് ATMന്റെ ബേസിക് ഫീച്ചർ. 1969 ആദ്യത്തെ ATM അമേരിക്കയുടെ ന്യൂയോർക്ക് നഗരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു. ATM പല സ്ഥലങ്ങളിലും പല ടൈപ്പിലും, അമേരിക്കയിൽ നിന്ന് തുടങ്ങി ജപ്പാൻ, സ്വീഡൻ, സ്പെയിൻ എന്നുള്ള പല രാജ്യങ്ങളിലും ATM പല രീതിയിൽ അവർ ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ATM സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലാണ്.
4,693 meters, അതായത് 15,000 and odd feet, 15,000 അടി മുകളിലാണ് ഈ ATM ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. -40 തണുപ്പ് വരേക്കും ബെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു കപ്പാസിറ്റിയിലാണ് ഈ മെഷീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഏത് ലൊക്കേഷനിലും നമുക്ക് ഈസി ആയിട്ട് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചർ. ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ, EFT. What do you mean by this? Electronic transfer of money from one bank account to another. അതായത് കന്യാകുമാരിയിലുള്ള ഒരു വ്യക്തിക്ക് കാശ്മീരിലുള്ള വേറൊരു വ്യക്തിക്ക് ഫണ്ട് എത്തിക്കണമെങ്കിൽ റിയൽ ടൈമായി, ദാറ്റ് മീൻസ് വിത്തൗട്ട് എനി ഡിലേ, കോർ ബാങ്കിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇറ്റ് ഈസ് ഐദർ വിത്തിൻ എ സിംഗിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് സെയിം ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒറ്റപ്പാലം ബ്രാഞ്ചിൽ നിന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെന്നൈ ബ്രാഞ്ചിലേക്ക് പൈസ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ നിന്നും HDFCയുടെ കോയമ്പത്തൂർ ബ്രാഞ്ചിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? ത്രൂ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് സ്റ്റാഫിന്റെ ഇൻവോൾവ്മെന്റ്, ഫിസിക്കലി ചെക്ക് എഴുതി കൊടുത്തിട്ടുള്ള പഴയ രീതി ഉപയോഗിക്കുന്നില്ല. ഇലക്ട്രോണിക്കലി നമ്മൾ കോർ ബാങ്കിങ്ങിന്റെ കുറെ ഫീച്ചേഴ്സ് ഓൾറെഡി പറയുകയുണ്ടായി. EFT ഉപയോഗിച്ച് ചെയ്യുന്ന ഫീച്ചേഴ്സിൽ പെട്ടത് തന്നെയാണ് ATMs. ATM കൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് വേറൊരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ട്രാൻസ്ഫർ ഇനീഷ്യേറ്റഡ് ബൈ ടെലിഫോൺ, ടെലി ബാങ്കിങ്ങിൽ കൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. വയർ ട്രാൻസ്ഫർ, സ്വിഫ്റ്റ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ബാങ്കിംഗ് വഴി ഒരു രാജ്യത്തു നിന്നും വേറൊരു രാജ്യത്തിലേക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. സ്വിഫ്റ്റ് എന്നുള്ള മെത്തേഡിനെ കുറിച്ച് ഞാൻ പിന്നീട് എൻ്റെ വേറൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, A എന്നുള്ള വ്യക്തിക്ക് B എന്നുള്ള വ്യക്തിക്ക് ഫണ്ട് എത്തിക്കണമെങ്കിൽ രണ്ട് ഡിഫറെന്റ് ബാങ്ക്സ് ഉപയോഗിച്ച് ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെ നമുക്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഓർ EFT എന്ന് പറയാം. Already I explained to you what is EFT, electronic fund transfer mechanism. അതിന്റെ താഴെ വ്യക്തികൾക്ക് ഫണ്ട്സ് ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച്, ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രണ്ട് പ്രധാനപ്പെട്ട ബാങ്കിങ് ഫീച്ചേഴ്സ് ആണ് NEFT അല്ലെങ്കിൽ RTGS എന്ന മെത്തേഡ്സ്. NEFT, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ളത്, ഇറ്റ് ഈസ് എ നാഷണൽ വൈഡ് ഫണ്ട്സ് ട്രാൻസ്ഫർ സിസ്റ്റം where you can transfer funds from one branch to another branch. In India, November 2005 first time ഈ NEFT ഫംഗ്ഷൻ ആയത്. ഇവിടെ there is no restriction of branch. ഒരു ജോഗ്രഫിക്കൽ ഏരിയയുടെ റെസ്ട്രിക്ഷൻ ഇല്ലാതെ, ബ്രാഞ്ചിന്റെയോ ബാങ്കിന്റെയോ റെസ്ട്രിക്ഷൻ ഇല്ലാതെ, ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രം SBI to SBI, SBI to ICICI, ICICI to HDFC, ഇങ്ങനെ ഏത് ബാങ്ക്സിൽ നിന്നും ഏത് ബ്രാഞ്ചിലേക്കും ഫണ്ട്സ് ഒരു സെൻട്രലൈസ്ഡ് ബാങ്കിങ് അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്ത് ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് NEFT യൂസ് ചെയ്യുന്നത്. ഇവിടെ ദ ബെനിഫിഷ്യറി ഗെറ്റ്സ് ദ ക്രെഡിറ്റ്. ബെനിഫിഷ്യറി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിന് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ I am the remitter and my friend is the beneficiary. So ഞാൻ അയക്കുന്ന ഫണ്ട് എൻ്റെ ബാങ്കിൽ നിന്നും
എൻ്റെ സുഹൃത്തിൻ്റെ ബെനിഫിഷ്യറിയുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുന്നു, ഐദർ ഓൺ ദ സെയിം ഡേ ഓർ ദ നെക്സ്റ്റ് ഡേ. ദ സെയിം ഡേ നെക്സ്റ്റ് ഡേ എന്നുള്ളത് നമ്മൾ റെമിറ്റ് ചെയ്യുന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെൻ്റെ അടുത്ത സ്ലൈഡിൽ NEFTയുടെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡിയർ സ്റ്റുഡൻസ്, NEFT എന്നുള്ളതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വേരിയസ് സ്റ്റെപ്സിൽ കൂടെ മനസ്സിലാവുന്നതാണ്. റെമിറ്റർ fills the NEFT application. For example, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, suppose I am sending fund to my friend, I am the remitter, my friend is the beneficiary. അപ്പോൾ ഞാൻ എൻ്റെ ബ്രാഞ്ചിൽ പോവുകയും ഞാൻ അവിടെ നിന്നും NEFTയുടെ ഒരു ഫോം എടുത്ത് ആ ഫോമിൽ ബെനിഫിഷ്യറിയുടെ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ബാങ്ക് ഏതാണ്, ബ്രാഞ്ച് ഏതാണ്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ടൈപ്പ്, അക്കൗണ്ട് നമ്പർ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ ഫോമിൽ ഫിലപ്പ് ചെയ്ത് കൊടുത്ത് authorizes the branch to remit the specified amount. I will authorize the branch. ഞാൻ ബ്രാഞ്ചിന് ഓത്തറൈസേഷൻ കൊടുക്കുകയാണ് ഈ ഫണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആക്കുകയും എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കുകയും വേണം എന്നുള്ളത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 is ഓവർ, എൻ്റെ വർക്ക് ഇസ് ഓവർ. അടുത്തത് ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റെപ്പ് 2ൽ ഞാൻ ഒറ്റപ്പാലത്താണ് ഇത് റെമിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒറ്റപ്പാലം ബ്രാഞ്ച്, റെമിറ്റിംഗ് ബ്രാഞ്ച് പ്രിപ്പയർസ് എ സ്ട്രക്ചേർഡ് ഫിനാൻഷ്യൽ മെസ്സേജിംഗ് സിസ്റ്റം. അതായത് SFMSൽ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് ആയിട്ട് സർവീസ് ബ്രാഞ്ചിൻ്റെ NEFT ഡീറ്റെയിൽസ് RBIയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 3ൽ നോക്കുകയാണെങ്കിൽ RBI ഓക്കെ, അവർക്ക് നാഷണൽ ക്ലിയറിംഗ് സെൽ മുംബൈയിൽ ഉണ്ട്. ഈ നാഷണൽ ക്ലിയറിംഗ് സെല്ലിലേക്ക് ഈ മെസ്സേജസ് എത്തിക്കഴിഞ്ഞാൽ NEFT 6 ബാച്ചസ് ആയിട്ടാണ് അവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ക്ലിയറൻസ് നടക്കുന്നത് ടൈം സ്ലോട്ട് ഉപയോഗിച്ചാണ്. മോർണിംഗ് 9:30, 10:30, ആഫ്റ്റർനൂൺ 12 o'clock, 1 o'clock ആൻഡ് ഈവനിങ് 4 o'clock വീക്ക് ഡേയ്സ് ആണെങ്കിൽ. സാറ്റർഡേസ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് 9:30, 10:30 ആൻഡ് 12 o'clock. സാറ്റർഡേ ആഫ്റ്റർനൂൺ ബാങ്ക്സ് കസ്റ്റമേഴ്സിന്റെ വർക്ക് ചെയ്യില്ല. ഇറ്റ് ഇസ് ഫോർ ദെയർ ക്ലറിക്കൽ ജോബ്. സോ സ്റ്റെപ്പ് 4ൽ RBIയുടെ ക്ലിയറിംഗ് സെന്ററിൽ ഈ എത്തുന്ന ഈ മെസ്സേജസിനനുസരിച്ച് ആ ക്ലിയറിംഗ് സെന്റർ സോർട്ട് ചെയ്യും ഈ ട്രാൻസാക്ഷൻസിനെ ബാങ്ക് വൈസ് ആൻഡ് പ്രിപ്പയർസ് ആൻ അക്കൗണ്ടിങ് എൻട്രി. ഏത് ബാങ്കിലേക്കാണ് എന്നെ പോലെ തന്നെ പലവരും NEFT പല ബ്രാഞ്ചിൽ നിന്നും അയച്ചിട്ടുണ്ടാവും. ഈ മെസ്സേജസ് എല്ലാം RBIയിലേക്ക് എത്തുകയും അവരുടെ മുംബൈയിലുള്ള നാഷണൽ ക്ലിയറിംഗ് സെന്ററിൽ വെച്ച് സോർട്ട് ചെയ്യപ്പെട്ട് ബാങ്ക് വൈസ് അവരത് റെമിറ്റൻസിന് കൊടുക്കും. എന്നിട്ട് ബാങ്ക് വൈസ് ആ മെസ്സേജസും ആ കൺസേൺ ബാങ്കിലേക്ക് അവർ അയക്കും. ഇതാണ് സ്റ്റെപ്പ് 4ൽ നടക്കുന്നത്. സ്റ്റെപ്പ് 5ൽ ദ റിസീവിംഗ് ബാങ്ക് ഓക്കെ, സോ SBI ഒറ്റപ്പാലത്തിൽ നിന്നും ഞാൻ ICICI ബാങ്ക് ചെന്നൈയിലേക്കാണ് അയക്കുന്നതെങ്കിൽ ICICI ബാങ്കിലെ സ്റ്റെപ്പ് 5ൽ RBIയിൽ നിന്നും കിട്ടുന്ന മെസ്സേജ് അനുസരിച്ച് ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ബെനിഫിഷ്യറിക്ക് ആ ദിവസം തന്നെ ആ മെസ്സേജ് ഇമ്മീഡിയറ്റ്ലി കിട്ടുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ പെർട്ടിക്കുലർ ടൈം സ്ലോട്ടിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എനി ഡിലേ NEFT സിസ്റ്റം അനുസരിച്ച് ബെനിഫിഷ്യറിക്ക് ഫണ്ട് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ ഫോംസ് എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ സ്റ്റൈൽ എന്നുള്ളത് എൻ്റെ അടുത്ത സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി ഞാൻ NEFT എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. NEFTയുടെ ഫോം എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ NEFT പോലെ തന്നെ വളരെ കൂടുതലായിട്ട് ബൾക്കായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു മെത്തേഡാണ് RTGS. RBI RTGS ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ ഉപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട വാക്കുകൾ ഓക്കെ, റിയൽ ടൈം ആൻഡ് ഗ്രോസ് ബേസിസ്. അതിന്റെ ഫുൾ ഫോം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് വെച്ചാൽ RTGS system is a fund transfer mechanism where transfer of money takes place from one bank to another on real time. That means without any delay. This is the fastest possible money transfer system in our country.
യാതൊരു സമയ ഡിലേയും ഇല്ലാതെ ഫണ്ട്സ് ഇമ്മീഡിയറ്റ്ലി അത് വളരെ ഹൈ ഫണ്ട്സ് 5 lakhs 8 lakhs 10 lakhs അങ്ങനെ എത്ര വേണമെങ്കിലും ഫണ്ട്സ് ഒരു വ്യക്തിയിൽ നിന്നും വേറൊരു വ്യക്തിയുടെ ബാങ്കിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മിക്കവാറും ബാങ്കുകളിൽ RTGS-നും NEFT-ക്കും കൂടെ സെയിം ഫോം ആണ് തരുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിശാഖപട്ടണത്തിൽ നിന്നും അയക്കുന്ന ഫണ്ട് ഈ ഫോമിന്റെ ആദ്യത്തെ കോളത്തിൽ കാണാം. റെമിറ്റർ അതായത് റിസീവ്ഡ് ഫ്രം ഹരീഷ് എന്ന വ്യക്തി RTGS മെത്തേഡിൽ കൂടെ ICICI ബാങ്ക് മുംബൈയിലെ നരിമൺ പോയിന്റ് എന്ന സ്ഥലത്തെ ബ്രാഞ്ചിലേക്ക് സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അയക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അവിടെ തന്നിരിക്കുന്ന കോളം നമ്പർ സെക്ഷൻ 2-ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് എന്നുള്ള വ്യക്തി ബെനിഫിഷ്യറി ആണ്. സുരേഷിന്റെ അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച്, എത്ര അമൗണ്ട് നമ്മൾ അടയ്ക്കുന്നു, ഇതെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കണം. ഇതിനു പുറമെ IFSC കോഡ് എന്നുള്ള ഒരു സ്പെഷ്യൽ കോഡ് ഈച്ച് ബ്രാഞ്ചിനും ബാങ്കിനും അവൈലബിൾ ആണ്. ഈ IFSC കോഡും നമ്മൾ മെൻഷൻ ചെയ്യണം. എന്താണ് IFSC കോഡ് എന്നുള്ളത് എൻ്റെ നെക്സ്റ്റ് സ്ലൈഡിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. NEFT-യിലായാലും RTGS-ലായാലും നമ്മൾ ഫിൽ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ അമൗണ്ട് ടു ബി റെമിറ്റഡ്, എത്ര അമൗണ്ട് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദി അക്കൗണ്ട് നമ്പർ ഓഫ് ദി ബെനിഫിഷ്യറി, നമ്മുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ്, ബെനിഫിഷ്യറിയുടെ ബാങ്ക്, ബ്രാഞ്ച്, അദ്ദേഹത്തിന്റെ പേര്, ബാക്കി എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, IFSC കോഡ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. ഓരോ ബാങ്കിനും അവരുടെ ബ്രാഞ്ചിന് യുണീക്കായിട്ട് കൊടുക്കുന്ന ഒരു കോഡ് ആണ് IFSC കോഡ്. ഈ IFSC കോഡ് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ അന്വേഷിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ചെക്ക് ബുക്ക് എടുക്കുകയാണെങ്കിൽ ഓരോ ചെക്ക് ലീഫിന്റെയും ടോപ്പിൽ ബാങ്കിന്റെ അഡ്രസ് മെൻഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ IFSC കോഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് എടുക്കുകയാണെങ്കിൽ അവിടെയും IFSC കോഡ് ഉണ്ട്. ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാലും IFSC കോഡ് കിട്ടാറുണ്ട്. പക്ഷെ കൃത്യമായിട്ട് നമ്മുടെ ബ്രാഞ്ചും ബെനിഫിഷ്യറിയുടെ ബ്രാഞ്ചും കൃത്യമായി നമുക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. റോങ് IFSC കോഡ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ലോട്ട് ഓഫ് ബാങ്കിങ് കൺഫ്യൂഷൻ. സോ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് NEFT-ക്ക് വേണ്ടിയും RTGS-ന് വേണ്ടിയും ആ ഫോമിൽ ഫിലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്സ് ബാങ്കിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ ടു യു. Under core banking, there is another important facility called ECS or Electronic Clearing Service. എന്താണ് ഈ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ വൺ ബാങ്കിൽ നിന്നും വേറൊരു ബാങ്കിലേക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ECS എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് ടു അനദർ using the service of a clearing house. എന്ന് വെച്ചാൽ സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ് ശ്രദ്ധിക്കുക. It is usually used for transactions that are repetitive or periodic in nature. റിപ്പീറ്റ് ചെയ്തു വരുന്ന ട്രാൻസാക്ഷൻസ്, അത് പീരിയോഡിക് ആയിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് അവിടെ പറയുന്നുണ്ട് ഡിവിഡൻഡ്. ഷെയർ എടുത്തിരിക്കുന്നവർക്ക് പീരിയോഡിക് ആയിട്ട് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഇയർലിയോ ഒക്കെ ഡിവിഡൻഡ് കൊടുക്കണം. ബൾക്ക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. സാലറി ഒരു വലിയൊരു എക്സാമ്പിൾ ആണ്. ഏതൊരു കമ്പനിക്കും ഒരുപാട് എംപ്ലോയീസിന് എവറി മന്ത് സാലറി കൊടുക്കാനുണ്ട്. സോ ഓരോ വ്യക്തിയുടെയും അക്കൗണ്ടിലേക്ക് ഓരോ മാസവും സാലറി കമ്പനി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്.
അതേപോലെ ഗവൺമെന്റ് എംപ്ലോയീസ്, റിട്ടയർഡ് ആയവർക്കുള്ള പെൻഷൻ ഫെസിലിറ്റി. സോ ഇങ്ങനെ വരുന്ന ബൾക്ക് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാം? ബാങ്കിന് ഒരു മാൻഡേറ്ററി ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, അതായത് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ നമ്മുടെ കോളേജ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വി ഡു ഇസ്, നമ്മുടെ ടീച്ചേഴ്സിന് സാലറി കൊടുക്കുമ്പോൾ ഒരു മാൻഡേറ്ററി ആയിട്ട് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ബാങ്കിലേക്ക് കൊടുക്കുകയാണ്. സോ എവറി മന്ത് നമ്മൾ ഒരു ചെക്ക് അവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ആ എല്ലാ എംപ്ലോയീസിനും വേണ്ട സാലറീസ് ട്രാൻസ്ഫർ ചെയ്യും. ഈ പെർട്ടിക്കുലർ പാറ്റേൺ സിമ്പിൾ ആയിട്ട് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ഉപയോഗിച്ച് ചെയ്യുന്നു. ഇത് പോരാത്തതിന് ദി അതർ തിങ്സ് വാട്ട് യു ക്യാൻ ഡു ഇസ് പേയിങ് യൂട്ടിലിറ്റി ബിൽസ്. നെക്സ്റ്റ് ബുള്ളറ്റ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെലിഫോൺ ബിൽസ് മന്ത്ലി റിക്കറിംഗ് ആയിട്ടുള്ള ഒന്നാണ്, ഇലക്ട്രിസിറ്റി ബിൽസ്, അതേപോലെ ഇയർലി വരുന്ന ഹൗസ് ടാക്സ്, വാട്ടർ ടാക്സ്, അങ്ങനെ എന്തെങ്കിലും ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ്സ്. അപ്പം നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ ECS സെറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. നമുക്കവിടെ ആ ഫെസിലിറ്റിയിൽ നമുക്ക് ECS ലിങ്ക് ചെയ്യാം. ഏതെങ്കിലും ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് KSEBയുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മന്തും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്നും ഇലക്ട്രിസിറ്റി ബില്ലിന്റെ അമൗണ്ട് ഡിഡക്റ്റ് ആയി നമ്മുടെ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയി അവരുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊള്ളും. ഇങ്ങനെ ചെയ്യുമ്പോൾ 2-3 കാര്യമാണ്. ഒന്ന്, ഓർഗനൈസേഷന്, അതായത് ബൾക്കായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് ഓരോ സമയത്തും ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ആവശ്യമില്ല. രണ്ടാമത്, ഇൻഡിവിജ്വൽസിനും സെറ്റ് ചെയ്യാം. ഇതേപോലെ ഇലക്ട്രിസിറ്റി, അതേപോലെ യൂട്ടിലിറ്റി ബിൽസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മിസ്സായി പോകാനുള്ള സാധ്യതകൾ കുറവാണ്. സോ ബൾക്കായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും ECS ഉപയോഗിക്കുന്നു. സോ 2 ടൈപ്പ് ECS, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ക്ലിയറിംഗ് സർവീസും ഇലക്ട്രോണിക് ഡെബിറ്റ് ക്ലിയറിംഗ് സർവീസും. അത് ബൾക്ക് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് ബൾക്കായിട്ട് ഡെബിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അവിടെ തരുന്നുണ്ട്. സോ ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അണ്ടർ കോർ ബാങ്കിങ്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ്, ബാങ്കിങ്ങിന് താഴെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഈസി ആക്കുന്നതിനുള്ള 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി. What is a debit card? It is a payment card that deducts money directly from a consumer's checking account. എന്ന് വെച്ചാൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ എന്ത് amount ഉണ്ട്, ആ amount നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഓരോ സമയത്തും വിഡ്രോ ചെയ്യാതെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം. ATMൽ നിന്ന് ക്യാഷ് വിഡ്രോയൽ ഒരു വശത്ത് മാത്രമല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഷോപ്സിൽ കൊടുക്കുന്നതിന്, ഹോട്ടൽസിൽ, അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, യു ഡോണ്ട് ഹാവ് ടു ക്യാരി ക്യാഷ്. അറ്റ് ദ സെയിം ടൈം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് issued by the financial institution that lets you to borrow money. എന്ന് വെച്ചാൽ ഒരു ചെറിയ ലോൺ ബാങ്കിൽ നിന്നും എടുക്കുന്നതിന് ഈക്വൽ ആണ്. സോ നമ്മുടെ റീപേയിങ് കപ്പാസിറ്റി അനുസരിച്ചാണ് ക്രെഡിറ്റ് കാർഡ് സാധാരണ ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ചെറിയ amount ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ട് ഒരു 5,000, 8,000, 10,000 എന്നൊക്കെയുള്ള ക്രെഡിറ്റ് ലിമിറ്റ്സും ഉണ്ടായിരിക്കാം. ലാക്സിലും ക്രോർസിലും ഒക്കെയും ക്രെഡിറ്റ് ലിമിറ്റുകൾ ഉണ്ടായിരിക്കാം. അത് ക്രെഡിറ്റ് കാർഡ് വാങ്ങുന്ന വ്യക്തിയുടെ റീപേയിങ് എബിലിറ്റിക്ക് അനുസരിച്ചാണ് ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഇന്റർവെല്ലിൽ നമുക്ക് ഇൻട്രസ്റ്റോടുകൂടി അത് മിനിമം amount, ഡ്യൂ ആയിട്ടുള്ള amount റീപേ ചെയ്യണം. അല്ലെങ്കിൽ ടോട്ടൽ amount വേണമെങ്കിൽ ടോട്ടൽ amountും റീപേ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ഫെസിലിറ്റി. മിക്കവാറും ക്രെഡിറ്റ് കാർഡുകളിൽ വിസ, മാസ്റ്റർ കാർഡ്, മാസ്ട്രോ എന്നൊക്കെ കാണാറുണ്ട്. ഇത് ബാങ്ക്സുമായിട്ടുള്ള അസോസിയേഷൻസ് ആണ്. ഈ അസോസിയേഷൻ ആണ് ക്രെഡിറ്റ് കാർഡ് ഡീൽ ചെയ്യുന്നതിന് ബാങ്ക്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ബോത്ത് ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഹെൽപ്സ് cashless digital transactions. Little different ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്മാർട്ട് കാർഡ്. സ്മാർട്ട് കാർഡ് ലുക്സ് ലൈക്ക് എനി അതർ ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ കാണുന്നതിന് ഉണ്ടെങ്കിലും സ്മാർട്ട് കാർഡ് ആക്ച്വലി അതിലൊരു മൈക്രോ പ്രോസസർ കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ട്. സോ ഇൻ ദ ഫേസ് ഓഫ് ദ കാർഡ്, അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് allows information to be stored. അതിലുള്ള മാഗ്നറ്റിക്
സ്ട്രിപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റ ഐഡന്റിഫിക്കേഷൻ, ഓത്തന്റിക്കേഷൻ അങ്ങനെയുള്ള എന്ത് ഡേറ്റ സ്റ്റോറേജും സ്മാർട്ട് കാർഡിൽ ഈസിയാണ്. സോ ഒരുപാട് കാർഡുകൾ ക്യാരി ചെയ്യാതെ നമ്മുടെ ഇൻഫർമേഷൻ സ്മാർട്ട് കാർഡിലെ മൈക്രോചിപ്പ് പ്രോസസ്സറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് നമുക്ക് പല സാഹചര്യങ്ങളിലും യൂട്ടിലൈസ് ചെയ്യാം. ബേസിക്കലി ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്മാർട്ട് കാർഡ് ടെക്നോളജിയിൽ ഒരു എംബെഡഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഓക്കെ, ഒരു സെക്യൂർ ആയിട്ടുള്ള മൈക്രോ കൺട്രോളർ ഓർ ഈക്വലന്റ് ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരു ഇന്റേണൽ മെമ്മറി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു മെമ്മറി ചിപ്പ്. ഈ മെമ്മറി ചിപ്പിൽ കാർഡ് റീഡർ ഒക്കെ യൂസ് ചെയ്ത് ഇൻഫർമേഷൻ സ്റ്റോർഡ് ആണ്. ആൻഡ് ഈ ഇൻഫർമേഷൻ പിന്നീട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഫെസിലിറ്റി ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ സ്മാർട്ട് കാർഡ് ഇന്ത്യ എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് നിങ്ങൾ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ടായിരിക്കാം. സ്മാർട്ട് കാർഡ് ഇന്ത്യ ബേസിക്കലി പല സിറ്റികളിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ സ്മാർട്ട് കാർഡ് ഇന്ത്യ ലേബറേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടില് റൂറൽ ഏരിയയിൽ വളരെ നീഡി ആയിട്ടുള്ള ആളുകൾക്ക്, ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്, അതേപോലെ കേരളത്തിൽ തന്നെ കർഷകർക്ക് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതിന് എല്ലാം ഈ സ്മാർട്ട് കാർഡ് അവരുടെ ഡേറ്റ കാര്യങ്ങളെല്ലാം ഒതന്റിക്കേഷൻ ഇൻഫർമേഷൻ ഇതിൽ സ്റ്റോർഡ് ആയി അത് ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് അത് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ ഇന്ത്യയിലെ ഒരു സ്മാർട്ട് കാർഡ് ഫോറം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുവർ പീപ്പിളിന് വേണ്ടിയിട്ട്, ഓക്കെ, ബിലോ പോവർട്ടി ലൈനിൽ ഇല്ലെങ്കിൽ കർഷകര് അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സ്മാർട്ട് കാർഡ് ഫീച്ചേഴ്സ് ഇന്ത്യയിൽ യൂസ് ചെയ്യാനുള്ള സംഘടനകളൊക്കെ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അണ്ടർ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ്. നല്ലൊരു ഇന്റർനെറ്റും അതേപോലെ നല്ല ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ലൈക്ക് മൊബൈൽ, ലാപ്ടോപ്പ്, ഐപാഡ് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ബാങ്കിൽ ഒന്നും പോകാതെ തന്നെ നമ്മുടെ എല്ലാ ബാങ്കിങ് ആക്ടിവിറ്റീസും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓർ വേറെവർ വി ആർ, ഇൻ വിച്ചെവർ ലൊക്കേഷൻ വി ആർ, വി ക്യാൻ ഡു ഇറ്റ്. ഇന്റർനെറ്റ് ബാങ്കിങ് ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ തന്നെയാണ്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇന്റർനെറ്റ് എന്നുള്ള ഫീച്ചറാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ യു ക്യാൻ ഡു ഓൾ ദ ആക്ടിവിറ്റീസ്. അണ്ടർലൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇറ്റ് ഈസ് ഗിവൺ ദെയർ. യു ക്യാൻ ഓപ്പൺ അക്കൗണ്ട്സ്, യു ക്യാൻ പേ ബിൽസ്, you can know your account balances, you can forward loan applications. Suppose you want to take a loan, housing loan, vehicle loan, or any other loan if you want to take, you can just forward the applications. You can do all the other interest calculations. എന്തൊക്കെ copies എന്തെങ്കിലും print എടുക്കണം എന്നുണ്ടെങ്കിൽ in PDF form you can download it to your laptop or computer, and later on you can take print out at home itself. You can transfer funds, you can do all the features. You will have a login ID. ഓക്കെ, നമ്മളൊക്കെയും ഇതൊക്കെ കണ്ടിട്ടുള്ള ഫീച്ചറാണ്. നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് വളരെ കെയർഫുള്ളായി യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദറ്റ് ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ കയറി നമുക്ക് വേണ്ട ആക്ടിവിറ്റീസ് എല്ലാം ഈസി ആയിട്ട് വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടി ബാങ്ക് പോയി ബാങ്കിലെ റഷും അതേപോലെ ബാങ്കിൻ്റെ ടൈം ഡിലേ ഒന്നുമില്ലാതെ തന്നെ ചെയ്യാവുന്ന ഒന്നാണ് ഇന്റർനെറ്റ് ബാങ്കിങ്. സോ ഇലക്ട്രോണിക് ബാങ്കിങ് ഫെസിലിറ്റിയിൽ വൺ ഓഫ് ദി മേജർ ഫീച്ചർ ഇന്നത്തെ മോഡേൺ വേൾഡിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് ഇന്റർനെറ്റ് ബാങ്കിങ്. വെർച്വൽ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ താഴെയുള്ള ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ടെലി ബാങ്കിങ് അല്ലെങ്കിൽ ടെലിഫോൺ ബാങ്കിങ്. It is a form of electronic banking where banking services, all our banking services are done through telephone. നമ്മൾ സാധാരണമായി ഒരു ബാങ്കിൽ പോയി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾ, ട്രാൻസാക്ഷൻസ്, ബാലൻസ് ചെക്ക് ചെയ്യുന്നത്, അതേപോലെ ട്രാൻസ്ഫേഴ്സ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ടെലിഫോൺ ഉപയോഗിച്ച് ചെയ്യാം. ലോങ് വർക്കിംഗ് അവേഴ്സ്, സാധാരണ ബാങ്ക്
നമുക്കൊരു പെർട്ടിക്കുലർ ടൈം വർക്കിംഗ് ടൈം ഉണ്ട്. പക്ഷെ ടെലി ബാങ്കിങ്ങിൽ 24 hours 7 days a week ഒക്കെയും നമുക്ക് എല്ലാം അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാം, നമ്മുടെ ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ്, ട്രാൻസ്ഫർ ഫണ്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ടു യൂസ് എ ടെലിഫോൺ ബാങ്കിങ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമർ ഷുഡ് രജിസ്റ്റർ വിത്ത് ദി ബാങ്ക്. ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത് അവർ നമുക്കൊരു കസ്റ്റമർ നമ്പർ തരും. നമ്മുടെ അക്കൗണ്ട് നമ്പർ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നമ്പർ തരും. അതേപോലെ നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സിന്, അതായത് ഈ ഓർഗനൈസേഷനെ, ബാങ്കിനെ വിളിക്കുമ്പോൾ കസ്റ്റമർ സർവീസിൽ അവർ നമ്മളോട് ഒത്തൻറ്റിക്കേഷൻ കോഡ്സ് ചോദിക്കും. അതായത് നമുക്ക് പിൻ, ടെലിഫോൺ ബാങ്കിങ്ങിനുള്ള പിൻ നമ്പർ, 4 digit പിൻ നമ്പർ കോമ്പിനേഷൻ നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ പേഴ്സണൽ ലെവലിലുള്ള നമ്പർ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് ഇത് നമ്മൾ തന്നെയാണെന്ന് ബാങ്കിന് ഒത്തൻറ്റിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ബാങ്ക് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെയും ഓവർ ദി ടെലിഫോൺ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. ബട്ട് ടെലി ബാങ്കിങ്ങിൻ്റെ ഒരു വലിയ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്രോഡ്സ് ഇല്ലെങ്കിൽ അതേപോലെയുള്ള ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് നടക്കാനുള്ള സാധ്യതകളുണ്ട്. സോ നമ്മൾ നമ്മുടെ കോഡ് നമ്പർ കൊടുക്കുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്, ഇത് ബാങ്കിൻ്റെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണോ എന്നുള്ള കാര്യമൊക്കെ പ്രത്യേകം ചെക്ക് ചെയ്തിട്ട് വേണം ടെലി ബാങ്കിങ് ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ കൂടുതൽ സ്കാംസ് നടക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ടെലി ബാങ്കിങ്. ജനറലി സെക്യൂർഡ് ആണ്, കെയർഫുൾ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മാത്രം. ഇന്നത്തെ ഈ ഡിജിറ്റൽ വേൾഡിൽ one of the most popular feature is mobile banking. It is nothing but using your mobile phone or iPads or tablets for all banking transactions. Mobile banking banks are providing അവരുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്സ് യൂസ് ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. റിസർവ് ബാങ്ക് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഗൈഡ് ലൈൻസ് എല്ലാ ബാങ്ക്സിനും കൊടുത്തിട്ടുണ്ട്. അതായത് മൊബൈൽ ബാങ്കിങ് ചെയ്യണമെങ്കിൽ അക്കോർഡിംഗ് ടു അവരുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് 2008 അവർ ഇറക്കിയ, ഒക്ടോബറിൽ ഇറക്കിയ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് ബാങ്കിൽ മൊബൈൽ ബാങ്കിങ് ചെയ്യണമെങ്കിൽ which are licensed and supervised in India can do. Okay, അവരതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസും RBIയുടെയും സൂപ്പർവിഷനിൽ അണ്ടർ സൂപ്പർവിഷൻ ഓൺലി they can do mobile banking. Because all these things ഈ ഡിജിറ്റൽ ബാങ്കിങ് ഇതെല്ലാം കെയർഫുൾ ആയി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ we all know that there is a possibility of hacking, phishing is another major scam where funds will get transferred from our account to some unknown account. നമ്മുടെ അക്കൗണ്ടിലെ പൈസ നഷ്ടപ്പെടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിളിന് യോനോ എന്ന് പറയുന്ന SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആപ്പ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെയധികം ഇൻട്രസ്റ്റോടുകൂടി പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് യോനോ ആപ്പ്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡു ആ സ്ക്രീൻഷോട്ടിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ വി ക്യാൻ ഡു ഓൾ ദ ബാങ്കിങ് ഫീച്ചേഴ്സ്. അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാം, നമ്മുടെ കാർഡ്സ്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്സിന്റെ പേയ്മെന്റ്സ്, ഇൻഷുറൻസിന്റെ പേയ്മെന്റ്സ്, വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, FDs അതേപോലെ എന്തെങ്കിലും തുറക്കണമെങ്കിൽ, ലോൺസ് അപ്ലൈ ചെയ്യുന്നതിന്, അതേപോലെ മറ്റ് ഇപ്പോൾ ആമസോൺ അതേപോലെയുള്ള തേർഡ് പാർട്ടി കമ്പനികളുമായിട്ട് ചെയ്യുന്ന ഷോപ്പിംഗ് എല്ലാത്തിനും ലിങ്ക് ചെയ്ത് നമുക്ക് യോനോ ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ബട്ട് ആസ് ഐ ഓൾറെഡി മെൻഷൻഡ്, എവറിത്തിങ് ഹാസ് ടു ബി ഡൺ ഇൻ എ കെയർഫുൾ മാനർ. മൊബൈൽ ബാങ്കിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലോഗിൻ ID, പാസ്വേഡ് എന്നുള്ളതൊക്കെ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കുക, ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് കഴിയുന്നത്രയും പബ്ലിക് നെറ്റ്വർക്ക്സിൽ നിന്നും
നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അതായത് ഫ്രീ വൈഫൈ കിട്ടുന്ന സിനിമ തിയേറ്റേഴ്സ്, മാൾസ്, എയർപോർട്ട്സ് അതേപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും കഴിയുന്നത്രയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാതിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് ഹാക്കിംഗ് ഓർ സ്കാംസ്. So students, we discussed almost all possible digital banking services. E-banking ന് താഴെയുള്ള ഡിജിറ്റൽ ബാങ്കിങ് സർവീസസ്, വേരിയസ് സർവീസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ATMs ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസംസ് ലൈക്ക് NEFT, RTGS, അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡെബിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ്, സ്മാർട്ട് കാർഡ്സ്, ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ആപ്സ് ഉപയോഗിച്ചുള്ള മൊബൈൽ ബാങ്കിങ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ പെർട്ടിക്കുലർ സ്ലൈഡിൽ what we are going to discuss is something totally different. A facility called SWIFT. SWIFT എന്ന് പറയുന്ന ഇതിന്റെ ഫുൾ ഫോം സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻസ്. ദിസ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, ഇതൊരു ബാങ്ക് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. 1973 ബെൽജിയത്തിൽ ഫോം ചെയ്തതാണ് ഇത്. ഇന്ന് വേൾഡ്സ് ലാർജസ്റ്റ് ഇലക്ട്രോണിക് പേയ്മെന്റ് മെസ്സേജിംഗ് സിസ്റ്റം ആണ് ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഓട്ടോമേറ്റഡ് ആയിട്ടും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടും സെക്യൂർഡ് ആയിട്ടും ഉള്ള മെസ്സേജിംഗ് സിസ്റ്റം ബാങ്ക്സിന് അക്രോസ് ദി വേൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്വിഫ്റ്റിന്റെ സ്പെഷ്യാലിറ്റി. ലീഗലി സ്വിഫ്റ്റ് SCRL എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഈ SCRL എന്ന് പറയുന്നത് ബെൽജിയം ലോ അനുസരിച്ച് ഉള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന പേരാണ്. നമ്മുടെ നാട്ടില് PVT LTD പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലോ, അതേപോലെ ഉള്ള ഒരു ഫോമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി സ്വിഫ്റ്റ് SCRL എന്ന് പറയുന്നത്. വാട്ട് ഡസ് ദ സ്വിഫ്റ്റ് ഡു എന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ് പ്രൊവൈഡ്സ് സെക്യൂർഡ് ഫിനാൻഷ്യൽ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം. ഒരു സെക്യൂർഡ് ആയിട്ട് ട്രാൻസാക്ഷൻ മെസ്സേജസ് അയക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ബാങ്ക്സിനും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ സ്വിഫ്റ്റ് വന്നിട്ട് ഇറ്റ് അസൈൻസ് ഈച്ച് പാർട്ടിസിപ്പേറ്റിംഗ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ, അതായത് ഓരോ ബാങ്കിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോഡ് പ്രൊവൈഡ് ചെയ്യും. 8 ഡിജിറ്റ് 11 ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ഡിഫറെന്റ് കോഡ്സ്, ഓക്കെ, ഡിഫറെന്റ് നെയിംസിൽ ബാങ്കർ ഐഡന്റിഫയർ കോഡ് BIC എന്നോ സ്വിഫ്റ്റ് കോഡ് എന്നോ സ്വിഫ്റ്റ് ID, ISO 9362 ISO എന്ന് പറയും, 9362 കോഡ്, ഇങ്ങനെയൊക്കെ ഉള്ള യുണീക്ക് ആയിട്ടുള്ള കോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ബാങ്ക്സിന് ബേസിക്കലി അവരുടെ ട്രാൻസാക്ഷൻസ് സുഗമമാക്കാനായി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. As I already explained in my previous slide, please understand SWIFT is not a bank. It neither holds funds or manages any client accounts. It does not do any transactions. It only provides a network that enables financial institutions worldwide to send and receive information. അതായത് എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെയും ഇൻഫർമേഷൻ, ആ മെസ്സേജസ് സെക്യൂർഡ് ആയിട്ടും വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു റിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോമിൽ കൂടെയും ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. സോ കഴിയുന്നത്രയും ഫ്രോഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, സ്കാംസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെസ്സേജിംഗ് സിസ്റ്റമാണ് സ്വിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ബെൽജിയത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 1973 സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ 15 കൺട്രീസിൽ ഇപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തുടങ്ങിയപ്പോൾ 15 കൺട്രീസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നൗ ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 210 കൺട്രീസ്. ഓക്കെ, മോർ ദാൻ 10,000 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ
ഒരുപാട് മെസ്സേജസ് ഓക്കെ കുറേ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസിന് ഒരുപാട് മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം സ്വിഫ്റ്റിന് താഴെ ഉണ്ട്. ബെൽജിയമാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എങ്കിലും ഇന്ന് അതിൻ്റെ ഓഫീസസ് USA-ലുണ്ട്, ബ്രസീലുണ്ട്, ഇന്ത്യയിലുണ്ട്, ജപ്പാൻ, കൊറിയ, അങ്ങനെ കുറേ കൺട്രീസിലുണ്ട്. ഇന്ത്യയിൽ ഇത് അറിയപ്പെടുന്നത് സ്വിഫ്റ്റ് ഇന്ത്യ എന്നുള്ള പേരിലാണ്. ഇന്ത്യയിൽ ഇറ്റ് ഇസ് എ ലീഡിംഗ് പ്രൊവൈഡർ. ഓക്കെ, സെക്യൂർഡ് ഫിനാൻഷ്യൽ മെസ്സേജിംഗ് സർവീസ് ഇന്ത്യൻ ബാങ്ക്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലീഡിംഗ് സർവീസ് മെസ്സേജിംഗ് പ്രൊവൈഡറാണ് സ്വിഫ്റ്റ് ഇന്ത്യ. 2018 സ്വിഫ്റ്റ് ഇന്ത്യ വന്ന് മൊണേറ്റ ഗോ എന്ന് പറഞ്ഞ വേറൊരു ഓർഗനൈസേഷനുമായി ജോയിൻ ചെയ്ത് ഓക്കെ അവരുടെ ഫ്രോഡ് മിറ്റിഗേഷൻ സൊല്യൂഷൻസ്, അതായത് ഫ്രോഡ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റാവുന്ന ഈസിങ്, ഈ മെസ്സേജസിനെ ഈസ് ചെയ്യുന്ന, അതായത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് മെസ്സേജസ് ഡെവലപ്പ് ചെയ്തും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കി ഒരു ഒത്തൻറ്റിസിറ്റിയും പിന്നെ ഡബിൾ ഫിനാൻസിങ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഡിജിറ്റൽ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സ്വിഫ്റ്റ് എന്നുള്ള ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി വേൾഡ് വൈഡ് സെക്യൂർഡ് ആയിട്ടുള്ള ബാങ്കിങ് മെസ്സേജസ്, ബാങ്കിങ് ട്രാൻസാക്ഷൻസിന് യൂട്ടിലൈസ് ആവുന്ന മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. സോ ഡിയർ സ്റ്റുഡൻസ്, ഇ ബാങ്കിങ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫൈനൽ സ്ലൈഡിലാണ് അപ്പം നമ്മൾ. ആസ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻഡ്, ഇ ബാങ്കിങ് എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേൺ വേൾഡിൽ ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ. ഇന്ന് ഡിജിറ്റലൈസേഷൻ ത്രൂ ഔട്ട് ദി വേൾഡ്, ഡിജിറ്റലൈസേഷൻ ഇസ് ക്യാച്ചിങ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ കോവിഡ് പോലെയുള്ള സിറ്റുവേഷനിലൊക്കെ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് വളരെ നമ്മുടെയൊക്കെ ബാങ്കിങ് കാര്യങ്ങളെ വളരെ ഈസി ആക്കി തരുന്നുണ്ട്. സോ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ 24/7 അക്കൗണ്ട് സർവീസസ് ഉണ്ട്. നമുക്ക് SMS, ടെക്സ്റ്റ് മെസ്സേജുകൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ടും അലേർട്ട്സ് ആയിട്ടും കിട്ടുന്നു. നമ്മുടെ ബാങ്കിൽ നിന്നും അമൗണ്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അലേർട്ട് കിട്ടുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓൺലൈൻ കൂടെ ബില്ലിംഗ് ചെയ്യാം. കോസ്റ്റ്, ബാങ്കിങ് സർവീസസിൻ്റെ ഓവറോൾ കോസ്റ്റ് കുറവാണ്. ഈസിലി ആക്സസ് ചെയ്യാം. നമ്മുടെ മൊബൈലിൽ ഒരു ഫിംഗർ ടിപ്പിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ബട്ട് ഓൾവേസ് എ കോയിൻ ഹാസ് ഗോട്ട് അനദർ സൈഡ് അല്ലേ? ഒരു നാണയത്തിന് മറ്റൊരു വശമുണ്ട്. അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ടെക്നോളജി ഇഷ്യൂസ് എന്നുള്ളത് ഒരു ഹ്യൂജ് ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഇൻ്റർനെറ്റ് കൃത്യമായിട്ട് കിട്ടാത്ത സ്ഥലങ്ങളിൽ ട്രാൻസാക്ഷൻ പകുതിക്ക് വെച്ച് നിന്ന് പോവാം. ഓക്കെ, നല്ല എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫായി പോയി നമ്മുടെ എക്യുപ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ നിന്ന് പോവാം. അത് കൂടുതൽ പ്രോബ്ലംസിലേക്ക് ക്രിയേറ്റഡ് ആവാം. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. സോ ടെക്നോളജി എസ്പെഷ്യലി നമ്മുടെ കൺട്രീസിൽ റിമോട്ട് ഏരിയാസ് ഉണ്ട്. ആ റിമോട്ട് ഏരിയാസിലൊക്കെയും ഇതുവരേക്കും ഇൻ്റർനെറ്റ് കൺവീനിയൻസ് അത്ര പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് ടെക്നോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. സെക്യൂരിറ്റി എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. നിറയെ ഫ്രോഡ്സും സ്കാംസും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാങ്ക്സ് അവർക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ദേ ആർ ട്രൈയിങ് ടു ഡു. ദേ ആർ ട്രൈയിങ് ടു ലോക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ്. പക്ഷേ കസ്റ്റമറിൻ്റെ കയ്യിലാണ് ബാക്കിയുള്ളത്. ആസ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇൻ വൺ ഓഫ് മൈ സ്ലൈഡ്, നമ്മൾ നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ ID ആർക്കും കൊടുക്കാതിരിക്കുക. പബ്ലിക് നെറ്റ്വർക്ക്സിൽ നിന്നും ഫ്രീ വൈഫൈ കിട്ടുന്ന സ്ഥലങ്ങളിൽ, അതായത് മോൾസ്, ഫിലിം തിയേറ്റേഴ്സ്, എയർപോർട്ട്സ് എന്നുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക. ആൻഡ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ആർക്കും ഷെയർ ചെയ്യരുത്. ക്രെഡിറ്റ് കാർഡിൻ്റെ ബാക്ക് സൈഡിൽ കസ്റ്റമർ വെരിഫിക്കേഷന് CVV എന്ന് പറഞ്ഞൊരു 3 ഡിജിറ്റ് കോഡൊക്കെ ഉണ്ട്. അതൊന്നും ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കസ്റ്റമേഴ്സ് വന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സ്കാംസ്, ഫിഷിംഗ്, ഫ്രോഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു ബാങ്കിലത്തെ ഒരു ഓഫീസറുമായിട്ട് നമുക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് കുറഞ്ഞു പോകുന്നുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് പറയാം. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കൂടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബാങ്കിൽ തന്നെ പോകണം. പിന്നെ ആക്സസ് ചെയ്യുക, ഈ ബാങ്കിങ് ആക്സസ് ചെയ്യൽ ചിലവർക്കൊക്കെ അതൊരു ലോങ് പ്രൊസീജിയർ ആയിട്ട്, കാരണം ഓൺ ചെയ്യണം, പിന്നെ
അത് ലോഗിൻ ചെയ്യണം, ലോഗിൻ ചെയ്ത് ആ പാസ്വേഡ് ഇട്ട് കൊടുക്കണം, അത് മറക്കാതെ വെക്കണം, അങ്ങനെയുള്ള കുറേ ആക്സസ് ഡിഫിക്കൽട്ടീസ് ഓക്കെ, ടെക്നോളജിക്കലി ആക്സസ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അതർവൈസ് ഓവറോളായി ഇന്നത്തെ മോഡേൺ വേൾഡിൽ ഡിജിറ്റൽ ബാങ്കിങ് ഒരു എസെൻഷ്യൽ കോൺസെപ്റ്റ് തന്നെയാണ്. സോ ഗൈസ്, താങ്ക് യു വെരി മച്ച്. എൻ്റെ ഓരോ സ്ലൈഡ്സും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് പോസ് ചെയ്ത് യു ക്യാൻ സ്റ്റഡി. യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് എവറിത്തിങ് അറ്റ് വൺ ഡേ. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ട സമയങ്ങളിൽ അത് പോസ് ചെയ്ത് പഠിക്കുക. ആൻഡ് പ്ലീസ് feel free to contact me if at all any doubt arises. So thank you very much.